നമസ്കാരം. ആദ്യം നിങ്ങൾ ഇതോടൊപ്പം അയക്കുന്ന ഈ ഓഡിയോ സന്ദേശം ഒന്ന് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. സാറിൻ്റെ അടുത്ത് പറയണം, മാക്സിമം മലയാളത്തിൽ മെഡിക്കൽ വേർഡ്സ് ഒന്നും ആർക്കും മനസ്സിലാവത്തില്ല. ഈ ഗ്ലൈസമിക് ഇൻഡെക്സും പിന്നെ കാപ്സും അങ്ങനെ തുടങ്ങി നൂറുകണക്കിന് വാക്കുകളാണ് സാറ് പറയുന്നത്. ഇതൊന്നും ആർക്കും ഒരു മീഡിയം ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല. എന്നാൽ ഇതൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ആളുകൾ ഇടുന്നതെല്ലാം ഇംഗ്ലീഷിലാണ്. ഒരാൾ എഴുതിയൊക്കെ കണ്ടിട്ട് ഐവാന്റെ മലയാളം വേർഷൻ നോട്ട് ഇംഗ്ലീഷ് വാട്ട് ടു ഡു. അതാണ് ഏതായാലും മലയാളത്തിന് വേണ്ടിയിട്ടില്ല ഇടുന്നത്. ബഹുഭൂരിപക്ഷവും വാക്കുകൾ മലയാളത്തിലാണ് പറയുന്നത്. പക്ഷെ ഈ മെഡിക്കൽ വേർഡ്സിന്റെ എക്സ്പ്ലനേഷൻ കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ ആളുകൾക്ക് ഒരുപാട് ഉപകാരം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് പേര് പറയുന്നത്, അത് കുറെ മനസ്സിലാവാത്ത ഭാഷയിലാ പുള്ളി സംസാരിക്കുന്നേ. ഞാൻ മാക്സിമം ആളുടെ അഡ്വൈസ് ചെയ്യുമ്പോൾ സാറ് നേരെ തിരിച്ചിരുന്നുകൊണ്ട് ഇതുപോലെ കടുകെട്ട് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ, അത് മെഡിക്കൽ വേർഡ്സ് ആയതുകൊണ്ടാണ് പ്രശ്നം. ആളുകൾക്ക് മനസ്സിലാവൂല. സാറിന് ഈ വോയിസ് സാറിന് ഇട്ട് കൊടുത്തേരെ, ഞാൻ ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയേക്കാം. പിന്നെ വേറൊന്നുമില്ല, സ്വാഗതിക്കുന്നു എല്ലാവരും. ഓക്കെ, ബൈ. അതായത് ഈ ഓഡിയോ സന്ദേശം അയച്ചിരിക്കുന്നത് എൻ്റെ നല്ലൊരു സുഹൃത്തും നമ്മുടെ സ്ഥാപനത്തിന് ഒരുപാട് വർഷത്തോളം പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച എൻ്റെ നല്ല സുഹൃത്തായ ഷംനാർ കൊല്ലംകാരനാണ്. അദ്ദേഹമാണ് ഈ വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ അദ്ദേഹം ഒരു സ്ക്രീൻഷോട്ടും കൂടി അയച്ചിട്ടുണ്ട്. ആ സ്ക്രീൻഷോട്ടിൻ്റെ പൊരുൾ ഇതാണ്: ഐ വാണ്ട് മലയാളം വേർഷൻ നോട്ട് ഇംഗ്ലീഷ്, വാട്ട് ടു ഡു. അപ്പോൾ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇവിടെ എല്ലാവരോടും ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ ആ സെറ്റിങ്സിലേക്ക് പോവുക. അപ്പോൾ പലപ്പോഴും ഈ യൂട്യൂബ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പലപ്പോഴും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഓട്ടോ ഡബ്ബിംഗ് എന്നുള്ളൊരു ഫീച്ചർ ഓട്ടോമാറ്റിക്കായിട്ട് വരുത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ മലയാളത്തിൽ പറയുന്നതും ആണെങ്കിൽ പോലും നിങ്ങൾ കേൾക്കുന്നത് പലപ്പോഴും ഇംഗ്ലീഷിലായിരിക്കും. ഇതൊരു ഓട്ടോമാറ്റിക് ഫീച്ചറാണ്, അത് നമ്മൾ ചെയ്യുന്നതല്ല, അത് യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോയിട്ട് അത് മാറ്റാൻ പറ്റും. മലയാളം ഒറിജിനൽ എന്ന് അതിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അതടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനൽ മലയാളം, അതാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതും അതാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതും, അത് നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇനി തിരിച്ച് വിഷയത്തിലേക്ക് വരാം. ഈ ഷംനാർ നിങ്ങളിത് കാണുന്നുണ്ടല്ലോ അല്ലേ? ഹായ് ഷംനാർ. ആൻഡ് ഷംനാറിൻ്റെ എല്ലാവർക്കും, അവിടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും എൻ്റെ ഹായ്, ഷൗട്ട് ഔട്ട് ടു ഓൾ ഓഫ് യു. അപ്പോൾ ഷംനാർ അയച്ചിരിക്കുന്ന ഈ മെസ്സേജ് മറ്റൊന്നുമല്ല, ഇങ്ങനെയാണ് തുടങ്ങുന്നത്: മാക്സിമം മലയാളത്തിൽ മെഡിക്കൽ വേർഡ്സ് ആർക്കും മനസ്സിലാവില്ല. ഇതിൽ തന്നെ ഇംഗ്ലീഷ് കുറേ ഉണ്ടല്ലേ, മാക്സിമം മെഡിക്കൽ വേർഡ്സ്. ഓക്കെ, അപ്പം ഞാൻ ഷംനാറിനോട് ചോദിച്ചു, ഷംനാറെ നിങ്ങൾ അയച്ചിരിക്കുന്ന സന്ദേശം അത് ഏത് ഉപകരണത്തിൽ നിന്നാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഷംനാർ പറഞ്ഞു മൊബൈൽ ഫോണിൻ്റെ മലയാളം ഒന്ന് പറയാമോ? ഇല്ല, മലയാളവും ഇല്ല. അപ്പോൾ ആണ് സീരിയസ് നോട്ട്, പല സാങ്കേതിക പദങ്ങളും ആംഗലേയ ഭാഷയിൽ തന്നെ പറയേണ്ടി വരുന്നു. അതിന് മലയാളീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് ആ വാക്ക് തന്നെ കിട്ടുന്നില്ല പലപ്പോഴും. മലയാളീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും സാങ്കേതിക പദങ്ങൾ. ഉദാഹരണം അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഗ്ലൈസിമിക് ഇൻഡെക്സും ക്രാംസും തുടങ്ങി നൂറുകണക്കിന് വാക്കുകൾ ഇംഗ്ലീഷിൽ പറയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ്, ഗ്ലൈസമിക് ഇൻഡെക്സ് ആയിട്ട് തന്നെ പറയണം. അതിൻ്റെ മലയാള വാക്ക് എൻ്റെ അറിവിലില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് പറഞ്ഞു തരിക. പിന്നെ അദ്ദേഹം തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, മീഡിയം ആൾക്ക് ഇത് മനസ്സിലാവില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നു. ഇൻഫാക്ട് ഗ്ലൈസമിക് ഇൻഡെക്സ് എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റ് അതിനും ഇംഗ്ലീഷിൽ തന്നെ പറയണം, അല്ലെങ്കിൽ ഒരു ആശയം അത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ ഞാനും പാടുപെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ മേഖലയിൽ ഇല്ലാത്തവർക്ക് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, ഞാനത് മനസ്സിലാക്കുന്നു. എന്നാലും കഴിവതും അത് മലയാളീകരിക്കാനും ലഘൂകരിക്കാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ലഘുവായിട്ട് വളരെ ലളിതമായ ഭാഷയിൽ പറയാൻ ഞാൻ ശ്രമിക്കാറുണ്ട്, പരമാവധി ശുദ്ധ മലയാളത്തിൽ തന്നെ.
എന്നാൽ ഈ പറഞ്ഞ പോലെ ചില സാങ്കേതിക പദങ്ങൾ ഇംഗ്ലീഷിലല്ലാണ്ട് പറയാൻ സാധിക്കില്ല. പിന്നെ നമ്മളെല്ലാവരും പരസ്പരം സംവദിക്കുന്ന ഈ ഉപകരണം, അതിനെ മൊബൈൽ ഫോൺ എന്നും, നിങ്ങൾ കാണുന്നത് യൂട്യൂബും ഇംഗ്ലീഷ് പദമാണ്. യൂട്യൂബ് എന്നുള്ള ഒരു ഇംഗ്ലീഷ് പദമാണത്, അല്ലേ? മാത്രമല്ല ലാപ്ടോപ്പിലായിരിക്കും. ലാപ്ടോപ്പിൻ്റെ മലയാളം പോലും എനിക്കറിയില്ല. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. അങ്ങനെ പല പദങ്ങളും നമ്മുടെ ഭാഷയുടെ ദൈനംദിന ഭാഷാ പ്രയോഗത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിലൊരുപാട് ഇംഗ്ലീഷ് പദങ്ങളുണ്ട്, അതുപോലെ ഹിന്ദി പദങ്ങളും ഉറുദു പദങ്ങളും. എന്തിനിപ്പോൾ ബസാർ എന്ന് നമ്മൾ പറയുന്നത് ശരിക്കും ഒരു ഉറുദു പദമാണ്, ഹിന്ദി ഭാഷയുടെ ഭാഗമായി മാറിയിട്ടുള്ള. അങ്ങനെ പലതുമുണ്ട്. ഇപ്പോൾ അബ്കാരി എന്നൊക്കെ പണ്ട് പറയുമായിരുന്നില്ല, അതൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന വാക്കുകളാണ്, നമ്മുടെ തന്നെ ഭാഷാ പ്രയോഗത്തിൻ്റെ ഭാഗമായി മാറിയവ. അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം ഭാഷയെക്കുറിച്ചുള്ളൊരു പ്രതിപാദനമല്ല ഈ ഒരു വീഡിയോ. എന്നിരുന്നാലും ഈ ഓട്ടോ ഡബ്ബിംഗ് ഫെസിലിറ്റി, ഓട്ടോ ഡബ്ബിംഗ് ഓപ്ഷൻ, അത് ഡിസേബിൾ ചെയ്യാം. നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോയിട്ട് അത് വേണ്ടാന്ന് വയ്ക്കാം. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒറിജിനൽ മലയാളം തന്നെ കാണാം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മെസ്സേജ് അയച്ച വ്യക്തിയുടെ ആ മെസ്സേജാണ്. അതായത് അദ്ദേഹം ഒരു തോട്ടുവ ഐ ഹരിഹരൻ എന്ന വ്യക്തിയാണ് ഇത് അയച്ചിരിക്കുന്നത്. ഐ വാണ്ട് മലയാളം വേർഷൻ നോട്ട് ഇംഗ്ലീഷ് വാട്ട് ടു ഡു. അത് തന്നെ ഇംഗ്ലീഷിലാണ് അങ്ങനെ അയച്ചിരിക്കുന്നത്, മലയാളത്തിലല്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയം. ആൻഡ് നമ്മുടെ നാട്ടുകാരിൽ ബഹുഭൂരിപക്ഷത്തിനും ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം. നല്ല ലോകപരിചയമുള്ള, നല്ല ഭാഷാ പരിജ്ഞാനമുള്ള ആൾക്കാരാണ് നമ്മുടെ. അപ്പോൾ ശുദ്ധ മലയാളത്തിൽ സംസാരിക്കുന്നതിലും അവർ കംഫർട്ടബിൾ, കുറേയും കൂടി ഈ പറയുന്ന കംഫർട്ടബിൾ എന്നുള്ള വാക്ക് തന്നെ കുറേയും കൂടി കംഫർട്ടബിൾ. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇംഗ്ലീഷ്, ഇൻഫാക്ട് അതിന് മംഗ്ലീഷ് എന്നുള്ളൊരു പ്രയോഗം നമുക്കറിയാം, അല്ലേ? മംഗ്ലീഷാണ് കുറേയും കൂടി അവർ കംഫർട്ടബിൾ, എസ്പെഷ്യലി ന്യൂ ജെൻ എല്ലാവരും. അപ്പോൾ ഞാനങ്ങനെ മംഗ്ലീഷ് പ്രയോഗിക്കാൻ കഴിവതും എനിക്കിഷ്ടമില്ല. കഴിവതും അതും പ്രയോഗിക്കാതിരിക്കാൻ, കഴിവതും ശുദ്ധ മലയാളം തന്നെ പറയണം, ശുദ്ധ മലയാളം തന്നെ ആയിരിക്കണം നിങ്ങളോട് സംവദിക്കുന്ന ഭാഷ എന്നെനിക്ക് നിർബന്ധമുണ്ട്. എന്നാലും ചില സാങ്കേതിക പദങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ കയറി വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അതറിഞ്ഞതിൽ ഞാൻ ഖേദിക്കുന്നു. ഈ പറഞ്ഞത് എനിവേ എന്നുള്ള വാക്ക് വന്നത്. അപ്പോൾ നിങ്ങൾ ഓട്ടോ ഡബ്ബിങ് ഡിസേബിൾ ചെയ്യുക. മലയാളം ഒറിജിനൽ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കണം നിങ്ങൾ എടുക്കുന്നത്. കൃത്യമായി നിങ്ങൾക്കത് കേൾക്കാൻ സാധിക്കും. നിങ്ങൾ ഈ തരത്തിലുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ആക്ഷേപങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കുക. ഒരിക്കൽ കൂടി ഈ ഒരു നിർദ്ദേശം വോയിസ് മെസ്സേജായിട്ട് അയക്കാൻ സമയം കണ്ടെത്തിയ, അതിനുവേണ്ടി പരിശ്രമിച്ച, നമ്മുടെ കാലത്തെയും വളരെ ആത്മാർത്ഥമായി നമ്മളെ പിന്തുണച്ച ഷംനാറിനും കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്. ഒരു കാര്യം കൂടി, അദ്ദേഹം ആപ്പിൾ സൈഡർ വിനീഗറിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് ആവശ്യപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ എന്നുള്ള വാക്കിൻ്റെ മലയാളം അറിയിക്കണം. എന്നാൽ ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ എന്നുള്ള വാക്കിൻ്റെ മലയാളം കൂടി എന്നെ അറിയിക്കണം എന്ന് ഞാൻ ഷംനാറിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഷംനാറെ, ഞാൻ നിങ്ങളുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.